അസ്സലാമലൈക്കും റമദാൻ കരീം. ആ കാണുന്ന പള്ളിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി. അപ്പം ഈ പള്ളിയെക്കുറിച്ചും ഇവിടുത്തെ തറാവി നിസ്കാരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, പള്ളിയുടെ അടുത്തേക്ക് പോവാം. ഈ കാണുന്ന പള്ളി ഷാർജയിലാണുള്ളത്. ഷാർജയിൽ ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്. ഷാർജയിൽ ഈ പള്ളിയിൽ കൂടുതൽ പേര് തറാവി നിസ്കരിക്കാൻ എത്തുന്നുണ്ട്. ദൂരത്തു നിന്നൊക്കെ ഇവിടെ നിസ്കരിക്കാൻ എത്തും, തറാവി നിസ്കരിക്കാൻ എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ തറാവി നിസ്കരിക്കാൻ ഞാനും ഫ്രണ്ട്സും ഇവിടെയാണ് വന്നത്, ഈ പള്ളിയിൽ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഈ പള്ളിയിൽ എല്ലാവരും തറാവീന് വരാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലെ ഇമാമ് പഴയ ഇമാമാണ്. ഈ ഇമാമിൻ്റെ തറാവി നിസ്കാരവും ഇമാമിൻ്റെ ഓത്തും വളരെ പ്രശസ്തമാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഖിറാഅത്താണ് ഇവിടുത്തെ ഇമാമ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും തറാവി നിസ്കരിക്കാൻ കൂടുതലും പേരും ഈ പള്ളിയിൽ വരാനാണ് ഇഷ്ടപ്പെടുന്നത്. കുറേ മുമ്പ് ഞാൻ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്, 15 വർഷങ്ങൾക്ക് മുമ്പ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഈ പള്ളിയിലുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം. കുറച്ച് നേരത്തെ വന്നാൽ പാർക്കിംഗ് കിട്ടും. നേരം വൈകി വന്നാൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് വരേണ്ടി വരും. ഞങ്ങൾ വന്നപ്പോൾ പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് പള്ളിയിലോട്ട് വന്നത്. പള്ളിയിലേക്ക് കയറുന്ന ഭാഗമാണിത്. അകത്ത പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. പിന്നെ അകത്ത പള്ളിയാണിത്. നിസ്കരിക്കുമ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല. മാഷാ അല്ലാ, മേൽ പറഞ്ഞതുപോലെ ഈ പള്ളിയിലെ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. അത് ഇവിടുത്തെ ഇമാമിൻ്റെ നിസ്കാരവും ഖിറാഅത്തും പിന്നെ വിത്ർ നമസ്കാരത്തിലെ പ്രാർത്ഥനയും വളരെ പ്രത്യേകത നിറഞ്ഞാണ്. അതിവിടെ വന്ന് തറാവി നിസ്കരിച്ചാലേ അത് ബോധ്യമാവും. ഈ പള്ളിയുടെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിൽ നിന്ന് അജ്മാനിലോട്ട് പോകുന്ന വഴി അൽ കാസ്മിയ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്, അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തണുപ്പത്ത് കാറ്റത്താണ് നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ കരീം, റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും.